ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 15ാമത്തെ പാഠമായ ഒത്തുപിടിച്ചാൽ എന്ന പാഠഭാഗമാണ്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ നമുക്ക് വിജയം നേടാൻ കഴിയുമെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പാഠഭാഗമാണിത്. പാഠഭാഗം നോക്കിയേ. കാടിന് തീ പിടിച്ചു. മൃഗങ്ങളായ മൃഗങ്ങളെല്ലാം ഭയന്ന് വിറച്ചു. അവർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ചൂടുകാലമാകുമ്പോൾ പല സ്ഥലങ്ങളിലും തീപിടിക്കുന്ന വാർത്തകൾ നമ്മൾ TV-യിൽ കാണാറുണ്ട്. അതുകൊണ്ട് ഒന്നും നശിച്ചു പോകാതെ പെട്ടെന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കണം. നമുക്ക് പാഠഭാഗം നോക്കാം. കാടിന് തീ പിടിച്ചു. മൃഗങ്ങളായ മൃഗങ്ങളെല്ലാം ഭയന്ന് വിറച്ചു. അവർ ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. കാടിന് തീ പിടിച്ചപ്പോൾ ഭയന്ന് വിറച്ച മൃഗങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ അവരുടെ ജീവന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ജീവികളെല്ലാം ഭയന്നോടുന്ന ചിത്രം കണ്ടോ മക്കളെ? അയ്യോ രക്ഷിക്കണേ, സുന്ദരിക്കിളി ഉറക്ക കരഞ്ഞു. തീ കണ്ടപ്പോഴേക്കും അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സുന്ദരിക്കിളി കരയാൻ തുടങ്ങി. എന്തിനാണെന്ന് നോക്കിയേ സുന്ദരിക്കിളി കരഞ്ഞത്? എൻ്റെ കൂട്ടിൽ 3 മുട്ടകളുണ്ട്, അവ ഇന്നോ നാളെയോ വിരിയും. അതുകൊണ്ടാണ് സുന്ദരിക്കിളി എന്ത് ചെയ്തത്? അയ്യോ രക്ഷിക്കണേ എന്ന് ഉറക്ക നിലവിളിച്ചത്. എൻ്റെ പൊന്നോമനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് ഓർക്കാനേ കഴിഞ്ഞില്ല. തീയിൽ മുട്ട നശിച്ചു പോകുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സുന്ദരിക്കിളി അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു കുഞ്ഞു കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് ഒഴിച്ചു. സുന്ദരിക്കിളി അരുവിയിൽ നിന്നും അതിൻ്റെ കുഞ്ഞു കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് അതെന്ത് ചെയ്തു? ആ തീ അണയാൻ വേണ്ടി തീയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അവളുടെ പ്രയത്നം കണ്ട മൂങ്ങ പറഞ്ഞു, വിഡ്ഢി, ഇങ്ങനെ വെള്ളം ഒഴിച്ചത് കൊണ്ട് തീ കെടുമോ? വേഗം രക്ഷപ്പെടാൻ നോക്ക്. വീണ്ടും വീണ്ടും ഉള്ള സുന്ദരിക്കിളിയുടെ പ്രയത്നം കണ്ടിട്ട്, പരിശ്രമം കണ്ടിട്ട് മൂങ്ങ എന്ത് ചെയ്തു? മൂങ്ങ സുന്ദരിക്കിളിയെ പരിഹസിച്ചു. മൂങ്ങ എന്താ പറഞ്ഞത്? ഈ വിഡ്ഢി, ഇങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചാൽ തീ അണയ്ക്കാൻ പറ്റില്ല. നീ വേഗം എന്ത് ചെയ്യാൻ നോക്ക്, നീ വേഗം രക്ഷപ്പെടാൻ നോക്ക്. അഗ്നി ആളി പടരുകയാണ്. തീ ആളി കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ സുന്ദരിക്കിളി മൂങ്ങയോട് പറഞ്ഞു, ഈ കാടാണ് എനിക്ക് അഭയം തന്നത്. കാട് എനിക്ക് അമ്മയാണ്. എന്നാലാവത് ഞാൻ ചെയ്യുന്നു. സുന്ദരിക്കിളിയുടെ വാക്ക് കേട്ടപ്പോൾ സുന്ദരിക്കിളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി. മൂങ്ങയും അവളോടൊപ്പം ചേർന്നു. കൂട്ടുകാരും ഒപ്പം കൂടി. അവർ തീ കെടുത്താൻ ശ്രമിച്ചു. വവ്വാൽ ഈ വാർത്ത കാട്ടിലെങ്ങും പരത്തി. അങ്ങനെ സുന്ദരിക്കിളിയും മൂങ്ങയും കൂട്ടുകാരും കൂടി ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. വവ്വാൽ ഈ വാർത്ത കാട്ടിലുള്ള എല്ലാവരോടും പറഞ്ഞു. അടുത്ത് നോക്കിയേ, അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകും? സുന്ദരിക്കിളിയും മൂങ്ങയും കൂട്ടുകാരും ചേർന്ന് എന്തെല്ലാമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അവരുടെ കുഞ്ഞു കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലേക്ക് ഒഴിച്ച് തീ കെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും അല്ലേ? പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും? അവരുടെ പരിശ്രമം കണ്ട് വന്നവരെയെല്ലാം തീ അണയ്ക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം അവർ കൂട്ടിയിട്ടുണ്ടാകും. തൻ്റെ പൊന്നോമനകൾക്ക് ഒരാപത്തും ഉണ്ടാവരുതെന്ന് സുന്ദരിക്കിളി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഇത് കണ്ട ആനക്കൂട്ടം ഓടി വന്നു. അവർ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലേക്ക് ചീറ്റി. സുന്ദരിക്കിളിയുടെയും മൂങ്ങയുടെയും കൂട്ടുകാരുടെയും ഒക്കെ കഠിനാധ്വാനം കണ്ടപ്പോൾ ആനക്കൂട്ടം ഓടി വന്നു. ഇത്തിരി പോകുന്ന ജീവികളായ കിളികൾ കാടിനെ രക്ഷിക്കാൻ ഇതുപോലെ പരിശ്രമിക്കുമ്പോൾ കാട്ടിലെ ഏറ്റവും വലിയ ജീവിയായ ആന അവരോടൊപ്പം കൂടണ്ടേ? ഇത് കണ്ട ആന എന്താ ചെയ്തത്? ആന തുമ്പിക്കയിൽ വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് എന്ത് ചെയ്തു? ചീറ്റി ഒഴിച്ചു കൊടുത്തു. കാട് അവരുടെയും വീടാണല്ലേ. കുരങ്ങുകൾ ഇലക്കൊമ്പിളിൽ വെള്ളം കോരി ഒഴിച്ചു. മുയലും ജിറാഫും പുലിയും ഓടി വന്ന് സഹായിച്ചു. കുരങ്ങുകൾ ഇലക്കൊമ്പിളിൽ വെള്ളം കോരി ഒഴിച്ചപ്പോൾ മുയലും ജിറാഫും പുലിയുമെല്ലാം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരും സഹായിച്ചു. അങ്ങനെ കാട്ടിലെ എല്ലാ ജീവജാലങ്ങളും തീ അണയ്ക്കുന്നതിന് വേണ്ടി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. തീ അണഞ്ഞു. എല്ലാവർക്കും ആശ്വാസമായി. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ, വലിയ നാശങ്ങളൊന്നും ഉണ്ടാവാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? തീ അണയ്ക്കാൻ സാധിച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി മഴ പെയ്യണം. അപ്പോൾ കരിഞ്ഞ കാടെല്ലാം വീണ്ടും തളിർക്കും. സുന്ദരിക്കിളി പറഞ്ഞു, ഇനി മഴ പെയ്യുമ്പോൾ ഈ കരിഞ്ഞു പോയ കാടെല്ലാം വീണ്ടും എന്ത് ചെയ്യും? തളിർത്ത് വരും. നിറയെ മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളുമുള്ള ഒരു കാടാവും അത്. അപ്പോൾ നിറയെ മരങ്ങളാവും, പിന്നെ പഴങ്ങളാവും, ചെടികളാവും, അങ്ങനെയുള്ള ഒരു കാടായി വീണ്ടും ഇത് മാറുമെന്ന് സുന്ദരിക്കിളി പറയുന്നു. ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സുന്ദരിക്കിളി സ്വപ്നം കണ്ടു. കാട്ടുതീയിൽ നിന്ന് ഒരാപത്തും കൂടാതെ തൻ്റെ പൊന്നോമനകളെ രക്ഷിക്കാൻ കഴിഞ്ഞ സുന്ദരിക്കിളി എന്താ മക്കളെ ചെയ്തത്? ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സ്വപ്നം കണ്ടു. അടുത്ത് നോക്കിയേ, ഉത്തരം കണ്ടെത്താമോ? സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നോ? നിങ്ങൾ എന്തു പറയുന്നു? സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നോ മക്കളെ? അല്ല, സുന്ദരിക്കിളി വിഡ്ഢിയായിരുന്നില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ എന്തും ചെയ്യാൻ സുന്ദരിക്കിളി തയ്യാറായി. സുന്ദരിക്കിളിയുടെ പരിശ്രമമാണ് മറ്റുള്ളവരെയും ഈ പ്രയത്നത്തിന് പ്രേരിപ്പിച്ചത്. സുന്ദരിക്കിളി കൃത്യസമയത്തെടുത്ത ഉചിതമായ തീരുമാനം കൊണ്ടാണ് കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനും കാട്ടിലെ തീ അണയ്ക്കാനും കഴിഞ്ഞത്.
കാട്ടിൽ തീ പടർന്നു പിടിക്കുന്നത് കണ്ട് സുന്ദരിക്കിളി ചുണ്ടിൽ വെള്ളം കൊണ്ടുവന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട മൂങ്ങ സുന്ദരിക്കിളിയുടെ പ്രവൃത്തിയെ പരിഹസിച്ചു. സുന്ദരിക്കിളി മാത്രം വിചാരിച്ചാൽ തീ അണയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് വേഗം രക്ഷപ്പെടാൻ നോക്കുന്നു മൂങ്ങ പറയുന്നു. എനിക്ക് അഭയം തന്ന കാട് എൻ്റെ അമ്മയാണെന്നും എന്നാൽ കഴിയുന്നത് ചെയ്യുകയാണെന്നും സുന്ദരിക്കിളി പറഞ്ഞു. ഇത് കേട്ട് കിളിയുടെ വാക്കുകളിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ മൂങ്ങ തൻ്റെ തീരുമാനം മാറ്റി കാട്ടുതീ അണയ്ക്കാൻ സുന്ദരിക്കിളിയോടൊപ്പം ചേർന്നു. അടുത്ത് നോക്കിയേ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കഥയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറയും, എഴുതും? കഥ എല്ലാവർക്കും ഇഷ്ടമായോ മക്കളെ? നല്ല കഥയായിരുന്നില്ലേ? ഇനി നോക്കിയേ, കഥയെക്കുറിച്ച് നിങ്ങൾ എന്തെല്ലാം പറയും, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ കഥയെക്കുറിച്ച് പറയാനുള്ളത്? ഒത്തൊരുമയോടെ നിന്നാൽ ഏത് പ്രശ്നത്തെയും മറികടക്കാൻ കഴിയും എന്ന ആശയം അടങ്ങിയ കഥയാണ് ഒത്തുപിടിച്ചാൽ എന്ന പാഠഭാഗം. കാട്ടിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെയും വീടാണ് കാട്. കാട്ടിൽ തീ പിടിക്കുമ്പോൾ സുന്ദരിക്കിളിയുടെ മുട്ട പോലെ അവിടെ ജീവിക്കുന്ന ധാരാളം ജീവികളുടെ കുഞ്ഞുങ്ങൾക്കും മുട്ടകൾക്കും നാശം സംഭവിക്കും. സസ്യങ്ങളെല്ലാം കത്തി നശിച്ചു പോകും. തീ പടർന്നു പിടിക്കുമ്പോൾ അമ്മയായ കാടിനെ രക്ഷിക്കാൻ മുൻകൈയെടുത്തത് ഒരു ചെറിയ കിളിയാണ്. അവളുടെ പരിശ്രമം കണ്ട് എല്ലാ ജീവികളും അവളോടൊപ്പം ചേർന്ന് തീയണച്ചു. കാടിന് ഒരാപത്ത് വന്നപ്പോൾ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് തങ്ങളുടെ അമ്മയായ കാടിനെ സംരക്ഷിച്ചു. അടുത്തത് ഒരു കവിതയാണ്, കാട്. മഴയെക്കുറിച്ചും മഴ പെയ്തപ്പോൾ കാടിനുണ്ടായ മാറ്റത്തെക്കുറിച്ചുമാണ് ഈ കവിതയിൽ പറയുന്നത്. മഴ ചാറി പെയ്തു തുടങ്ങി, ചാറിപ്പെയ്തു കനത്തു തുടങ്ങി, പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിനുള്ളിൽ തണുത്തു തുടങ്ങി. നോക്കൂ മക്കളെ, കാട്ടിലാകെ മഴ പെയ്യുകയാണ്. എങ്ങനെയുള്ള മഴയായിരുന്നു? ആദ്യം ചാറിപ്പെയ്തു, ആദ്യം ചാറ്റൽ മഴയായിരുന്നു. അതിനുശേഷമോ അത് കനത്ത മഴയായി മാറി, ശക്തിയായ മഴയായി മാറി. പിന്നീട് അത് എന്തായി മാറി? പിന്നീട് ആ മഴ പെരുമഴയായി മാറി. ആ പെരുമഴയിൽ നനഞ്ഞു കുളിച്ച് കാടിൻ്റെ ഉള്ളു തണുത്തു. ആ പെരുമഴയിൽ കാടിനകമെല്ലാം നനഞ്ഞു. കാട്ടാറുകൾ പൊട്ടിച്ചിതറി, കരിമൂടിയ ചില്ല തളിർത്തു, തളിരുകളിൽ മുട്ട് കിളിർത്തു, കാടാകെ പൂത്തു വിരിഞ്ഞു. കാട്ടാറുകൾക്ക് എന്ത് സംഭവിച്ചു മക്കളെ? ഉണങ്ങി വരണ്ട് കിടന്ന കാട്ടാറുകളിൽ മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കുതിച്ചൊഴുകി തുടങ്ങി. കാട്ടുതീയിൽ കരിഞ്ഞു മൂടിയ ചില്ലകളെല്ലാം തളിർക്കാൻ തുടങ്ങി. ആ തളിരുകളിലെല്ലാം മുട്ടുകിളിർത്തു, മുട്ടുകളെല്ലാം വിരിഞ്ഞ് പൂവായി മാറി. മഴ പെയ്തപ്പോൾ കാടിനുണ്ടായ മാറ്റങ്ങൾ എല്ലാ മക്കൾക്കും മനസ്സിലായല്ലോ. ഇനി അടുത്തെന്താ നോക്കിയേ, കാട് ഇവളൊരു കൊച്ചുമിടുക്കി, നാടിൻ്റെ കളിത്തോഴി. ഒരു മിടുക്കി കുട്ടിയെപ്പോലെ തളിരുകളും മുട്ടുകളും പൂവുകളുമായി അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന നമ്മുടെ കാട് നാടിൻ്റെ ആരാണെന്നാ മക്കളെ പറയുന്നത്? നാടിൻ്റെ കളിത്തോഴിയാണ്, നാടിൻ്റെ കളിക്കൂട്ടുകാരിയാണ്. പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അടുത്ത് നോക്കിയേ, നിറം നൽകൂ, കഥ എഴുതൂ. പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രത്തിന് നിറം കൊടുക്കുക. ശേഷം ചിത്രം നോക്കി ഒരു കഥ എഴുതുക. ടീച്ചർ ഒരു മാതൃകയാണ് കൊടുത്തിട്ടുള്ളത്. മക്കൾ നിങ്ങളുടെ ഭാവനയിലുണ്ടാകുന്ന ആശയങ്ങളനുസരിച്ച് മനോഹരമായ ഒരു കഥ എഴുതുക. മഴ പെയ്തു, കാടെല്ലാം പഴയതുപോലെ മരങ്ങളും ചെടികളും പൂവുകളും കായ്കളും കൊണ്ട് നിറഞ്ഞു. ജീവികളെല്ലാം സന്തോഷത്തോടെ കാട്ടിൽ ആടിപ്പാടി നടന്നു. അപ്പോഴാണ് കാട്ടുമരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന തേനീച്ചക്കൂട് കരടിക്കുട്ടൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ നിറയെ തേനുണ്ടെന്ന് മനസ്സിലാക്കിയ കരടിക്കുട്ടൻ മരത്തിൽ കയറി തേനീച്ച അറിയാതെ തേൻ കട്ടെടുക്കാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ തേനീച്ചകൾ കരടിക്കുട്ടനെ കുത്തി. കരടിക്കുട്ടൻ വേദന കൊണ്ട് മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ഓടി. ഇത് കണ്ട കാട്ടിലെ മറ്റു മൃഗങ്ങൾ അവനെ കളിയാക്കി ചിരിച്ചു. ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, താങ്ക്